പാതി പോലും അറിയാതെ എനിക്കെല്ലാം അറിയാം എന്ന് വാദിക്കുന്നവരുടെ ലോകത്ത്, എല്ലാം അറിഞ്ഞിട്ടും സൈലൻ്റ് ആയിരിക്കുന്നവരുടെ ലോകത്ത് പുതിയൊരു റീൽ റിയാക്ഷൻ വീഡിയോയുമായി ഉണ്ണിയെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീൽ റിയാക്ഷനിലേക്ക് അധികം ഇൻട്രൊഡക്ഷൻസ് ഒന്നും ഇല്ലാതെ കടക്കാം. റീലുകളും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും. ഞങ്ങളുടെ ഇടയിൽ ഇതൊരു പ്രോബ്ലം അല്ല, പക്ഷെ ഇതൊരു പ്രോബ്ലമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ആഡിങ് എനിത്തിങ് ടു യുവർ ലൈഫ് എന്നുള്ളതാണ് എന്റെ പ്രശ്നം. എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഒരു പ്രോബ്ലമാണ്. ഞങ്ങൾ തമ്മില് ഇതെന്താ പറയാ, ഞങ്ങൾ പണ്ട് പ്രേമിച്ചത് പോലത്തെ അതിനേക്കാളും സുന്ദരമായിട്ടാണ് ഇപ്പൊ പ്രേമിക്കണത്. അതിന് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കല്യാണം, മാരേജ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ സിസ്റ്റം ആൻഡ് എവറിത്തിങ് ദാറ്റ് കംസ് വിത്ത് ഇറ്റ്. ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കാൻ പോലും അങ്ങനെ, പക്ഷെ നമ്മുടെ പാരന്റ്സ് ഉണ്ടായിരുന്ന ഇവർക്ക് ഇത് എന്തോ വലിയ സമാധാനം ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു we are just thinking it's a signature. No, it's a trap. Okay, it's not a signature. There's so much that comes with it. As in, and you don't realize it. You're just thinking it's okay, I'll figure it out. No, it's like centuries of conditioning that comes with it. And കമന്റ് ബോക്സ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ജസ്റ്റ് കമ്മി തിങ്സ്, ജസ്റ്റ് ഫെമിനിസം തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഭയങ്കര മോശമാക്കുന്ന ഒരു കമൻറ്റ് പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റഗ്രാം റീൽ ഷോർട്സ് കൾച്ചറിൽ ആകെ 30 സെക്കൻഡ് ടു 3 മിനിറ്റാണ് സമയം കിട്ടുക. ഈ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് പറയാനുള്ള കാര്യം വ്യക്തമായി പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 8 മിനിറ്റ് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൻറ്റിനെ 3 മിനിറ്റിലേക്ക് ചുരുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു റീൽ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം. നമുക്ക് വേണമെങ്കിൽ 3 മിനിറ്റിലും കാര്യങ്ങൾ പറയാം, 8 മിനിറ്റിലും കാര്യങ്ങൾ പറയാം. 8 മിനിറ്റിൽ പറയുമ്പോൾ നമുക്ക് പ്രോപ്പറായി അഡ്രസ്സ് ചെയ്ത് അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡും, ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും അവിടെ 2 or 3 സൈഡ്സ് ഉണ്ടാവും. ഈ സൈഡ്സൊക്കെ അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഈ ഷോർട്ട് വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡ് പറച്ചിൽ എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് ചിലപ്പോൾ മാറിപ്പോയേക്കാം. അപ്പം വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഈ ഇൻസ്റ്റാഗ്രാമും ഷോർട്സും റീൽസും പരിപാടിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയതിനെ തുടർന്ന് മാക്സിമം വ്യൂ കിട്ടുന്നതിന് വേണ്ടി, മാക്സിമം റീച്ച് കിട്ടുന്നതിന് വേണ്ടി ഇത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ അഭിപ്രായങ്ങളുണ്ടാവും, ഇതിൽ കുറേ റെസ്പോൺസ് വരും, ആൾക്കാർ ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ക്ലിക്കാവാൻ സാധ്യതയുള്ള, ഷെയർ ചെയ്യപ്പെട്ടു പോകാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ഭാഗം ഇടുക എന്ന് പറയുന്നൊരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിൻ്റെ ഒരു അപകടാവസ്ഥയായിട്ടാണ് എനിക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സും ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് ഫെമിനിസം തിങ്സ് എന്ന് പറഞ്ഞിട്ട് റിമ കല്ലിങ്കൽ പറയാണ്, അവരുടെ വിവാഹത്തിന് ശേഷം അവരും ഭർത്താവായിട്ടുള്ള ആഷിക് കപൂറും തമ്മിൽ അവരിപ്പോഴും മുമ്പത്തേക്കാൾ കൂടുതൽ നല്ല പ്രണയത്തിൽ മുന്നോട്ട് പോവാണ്. പക്ഷേ ഈ മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളിതിനൊരു കടലാസിലേക്ക് മാറ്റി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന കുറേ ബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അവരുടെ ലൈഫ് വെച്ച് മാത്രമാണ് അവരതിനെക്കുറിച്ച് പറയുന്നത്. വേറെ ആരോടും കല്യാണം കഴിക്കരുതെന്നൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഈ ഫെമിനിസ്റ്റുകളെ കളിയാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം അതാണ്. ഫെമിനിസ്റ്റുകൾ കല്യാണത്തിനെതിരാണ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഇപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവർ കല്യാണം കഴിക്കരുതെന്നല്ല, അവരുടെ പേഴ്സണൽ ലൈഫിൽ ഈ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട ഒരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ, റിമ കല്ലിങ്കലും ആഷിക് കപൂറും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആഷിക് കപൂറിൻ്റെ കരിയറിനെ അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വിവാഹിതയാണ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം റിമ കല്ലിങ്കലിൻ്റെ കരിയറിനെ പല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീ വിവാഹിതയാണ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് അഭിനയ മേഖലയിലൊക്കെ വിവാഹിതയാണെന്ന് പറയുമ്പോൾ അവസരങ്ങൾ കുറയിലും ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ അനുഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കല്യാണം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്കുണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകളെ മാനിച്ചുകൊണ്ട് അവർ പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്, ആ ബന്ധത്തിനെ കുറിച്ചോ, ആ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചോ, ആ കമ്പാനിയൻഷിപ്പിനെ കുറിച്ചോ അവർ ഒരു സ്ഥലത്തും കുറച്ച് പറയുന്നില്ല. അങ്ങനെ ഒരു ബന്ധത്തിന് അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു ടാഗിലേക്ക് അതിനെ കൊണ്ടുവരുന്ന സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. അവർ പുതിയ ആളുകളുണ്ട്, നിങ്ങൾ ഈ ഇൻ്റർവ്യൂ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ, ഈ 30 സെക്കൻഡിലേക്കൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഈ സാധനത്തിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഫുൾ ഇൻ്റർവ്യൂ ഒക്കെ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ പുതിയ ആളുകളോട് പറയുന്നത് നിങ്ങൾ തിങ്ക് ചെയ്യണം, നിങ്ങൾ ആലോചിക്കണം. ഈ കല്യാണം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്ന സമയത്ത് അത് നിങ്ങളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ കരിയറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് ചിന്തിക്കാനേ പറയുന്നുള്ളൂ. ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നതൊക്കെ ജസ്റ്റ് ഫെമിനിസം തിങ്സ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ആംഗിളിലുള്ള കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ആ കാര്യം ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസുകൾ കിട്ടി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ കാര്യം ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന്. അപ്പം ഞാൻ ചെയ്ത അതേ കാര്യം ചെയ്യാൻ പോകുന്ന മറ്റൊരാളോട് ഞാൻ പറയില്ലേ, എടാ നീ ആലോചിച്ച് ചിന്തിച്ചിട്ട് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നീ ആലോചിച്ചിട്ട് നിനക്ക് ചേരുന്നൊരു ഡിസിഷൻ എടുക്കൂ എന്നാണ് പറയുന്നത്. അല്ലാതെ ചില ഭർത്താക്കന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കല്യാണം കഴിക്കാൻ തയ്യാറെടുക്കുന്ന ആൺകുട്ടികളോടൊക്കെ എൻ്റെ പൊന്നുമോനെ കല്യാണം കഴിക്കല്ലേ, കല്യാണം കഴിച്ചാൽ പോയി എന്ന് പറയുന്ന ആ ആണുങ്ങളില്ലേ,
ആ ആണുങ്ങൾ ചെയ്യുന്ന അത്രയും ദ്രോഹമല്ല റിമാക്ക് അല്ലെങ്കിൽ ഇവിടെ ചെയ്തത്. അവർ വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ആ ബുദ്ധിമുട്ടുകളെ അഡ്രസ്സ് ചെയ്യുകയും എന്നാൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത, അതിലവരനുഭവിക്കുന്ന സ്നേഹം, സുരക്ഷിതത്വം, ഇതൊക്കെ അവതരിപ്പിക്കുമ്പോഴും ഇതിൻ്റെ കൂടെ വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളും ആലോചിച്ച് തീരുമാനം എടുക്കുമെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് കളിയാക്കാനും കുറ്റപ്പെടുത്താനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത്? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഷോർട്സ് ആയിട്ട് അടിച്ചിട്ടു എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പറ്റിയാൽ ഇതിൻ്റെ ഫുൾ ഇൻ്റർവ്യൂ ഉണ്ട്, അതെടുത്ത് കാണുക. അതിനകത്ത് വളരെ വ്യക്തമായ ഒരു കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇതടുത്ത റീലിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. ഇപ്പോൾ കുറച്ചുകൂടി എക്സ്പോസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, സ്കിന്നൊന്ന് ഫെയർ ആയിട്ട് നന്നായി അഭിനയിച്ചാലും അത്ര ആരും എടുത്തു പറയാറില്ല. അതെ, ഒന്ന് സ്കിൻ ഡള്ളാണെങ്കിൽ ഒരു ചെറിയൊരു എക്സ്പ്രഷൻ ഇട്ടാൽ തന്നെ ഓ വാട്ട് ആൻ ആക്ടിങ് എന്നൊക്കെ പറയുന്നതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇന്നത്തെ കാലത്തുണ്ട്. അത് ഏത് സിനിമയായിരിക്കും, ഏത് ക്യാരക്ടറായിരിക്കും, ഏത് അഭിനേത്രിയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതിഥി രവിയുടെ സിനിമകൾ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ദി മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ, അത് ചിലപ്പം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കും അതിഥി രവിയുടെ പെർഫോമൻസ് കാണുമ്പോൾ അങ്ങനെ ഗംഭീരമായി ഫീൽ ചെയ്ത ആളുകളുണ്ടാവും. എന്നെ പേഴ്സണലി എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഭാവിയിൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് അവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഇപ്പോൾ പിന്നെ കുറേ എക്സ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ സ്കിന്ന് ഡള്ളായി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചെന്തെങ്കിലും ചെയ്താൽ തന്നെ ഭയങ്കര അംഗീകാരം കിട്ടുമെന്ന് പറയുന്നത് എനിക്ക് ഈ റിസർവേഷനെതിരെ സംസാരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. നിങ്ങൾ നല്ല പെർഫോമൻസ് മുന്നോട്ട് വെച്ചാൽ, നമ്മൾ ദീപിക പദുക്കോണിൻ്റെ പെർഫോമൻസുകളെ കുറിച്ച് പറയുന്നത്, പ്രിയങ്ക ചോപ്രയുടെ പെർഫോമൻസുകളെ കുറിച്ച് പറയുന്നത്, നയൻതാരയുടെ പെർഫോമൻസ് എവിടെയെങ്കിലും നന്നായി തോന്നുന്ന സമയത്ത് പറയുന്നത്, മഞ്ജു വാര്യരുടെ പെർഫോമൻസിന് പറയുന്നത്, ഇതൊന്നും സ്കിന്ന് ഡള്ളാണോ ബ്രൈറ്റ് ആണോ എന്ന് നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഈ ഡള്ള് ബ്രൈറ്റ് എന്നൊക്കെയുള്ള വാക്ക് ഓക്കെ, ഇവരുദ്ദേശിച്ച ആ ഫെയർ ആ ഒരു ആംഗിളിൽ നോക്കിയിട്ടല്ല നമ്മളൊരു ആർട്ടിസ്റ്റിനെ വിലയിരുത്തുന്നത്. ലാലേട്ടൻ്റെ സ്കിന്ന് ഈ സോക്കോൾഡ് ഡള്ളായിരുന്നുകൊണ്ടല്ലല്ലോ അയാളുടെ പെർഫോമൻസുകൾ നമ്മൾ നല്ലതാണെന്ന് പറയുന്നത്. അയാൾ സ്കിൻ കുറച്ച് ഡള്ളാക്കി, മേക്കപ്പ് ഡള്ളാക്കിയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാലും അത് മോശമാണെങ്കിൽ നമ്മൾ മോശമാണെന്നല്ലേ പറയുള്ളൂ. അപ്പം ഇതൊരു തെറ്റായ ധാരണ എവിടുന്നോ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിഥി മനസ്സിലാക്കുന്ന, അവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ഈ വിഷയത്തിൽ എൻ്റെ ഒപ്പീനിയൻ പറയുകയാണ്, സിനിമയിൽ അങ്ങനെ കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. അതായത് നായകൻ ഈ കളർ ഉണ്ടാവണം, നായിക എന്ന് പറഞ്ഞാൽ ഈ കളറിലുള്ള ആളാണെങ്കിലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയുന്ന ചിന്താഗതികളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പെർഫോമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല പെർഫോമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ തേടി കൂടുതൽ അവസരങ്ങൾ വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന കളറും ഇന്ന ലുക്കും ഇന്ന ഹൈറ്റും ഉള്ള ആൾക്ക് മാത്രമേ അഭിനയിക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യത്തിന് നമ്മൾ പൊളിച്ചടുക്കി. പ്രേക്ഷകർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, നമ്മളത് മനസ്സിലാക്കാൻ തുടങ്ങി, സിനിമാ പ്രവർത്തകർ അത് മനസ്സിലാക്കാൻ തുടങ്ങി. ഇവിടെ നിറമോ ഉയരമോ രൂപമോ ഇതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ, ആ കഥാപാത്രമായി നിങ്ങൾക്ക് സ്ക്രീനിൽ നിൽക്കാനും പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടോ. പിന്നെ ഇപ്പം വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗംഭീര ആർട്ടിസ്റ്റുകളുടെയും ഗംഭീരമല്ലാത്ത ആർട്ടിസ്റ്റുകളുടെയും എണ്ണം വളരെയധികം കൂടി. നിഖില വിമൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, കൊച്ചിയിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ അത്രയും ആഗ്രഹിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന അത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമെന്നുള്ളതാണ്. പെൺകുട്ടികളുടെ തന്നെ. ആൺകുട്ടികളുടെ കാര്യം അതുക്കും മേലെയായിരിക്കും തോന്നുന്നു. അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയിൽ നല്ല അവസരം കിട്ടുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നല്ല അവസരം കിട്ടിയാലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. ആ പെർഫോമൻസ് ജനങ്ങൾ അംഗീകരിക്കുന്നിടത്താണ് അടുത്ത ജേർണിയുടെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ പ്രേക്ഷകർ ഈ ഒരു വ്യത്യാസം വെച്ചിട്ടില്ല. ഇനി അതിഥിക്ക് ഒരു പക്ഷേ നോക്കുമ്പോൾ എനിക്ക് കിട്ടാത്ത അവസരം അവർ കുറച്ച് ഡള്ളായതുകൊണ്ട് മാത്രം അവർക്ക് കിട്ടുന്നു എന്ന തോന്നലുണ്ടായതുകൊണ്ടാണെന്നും അറിയില്ല. എന്തായാലും ഇത് കുറച്ച് പഴയ ഇൻ്റർവ്യൂ ആണ്. അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പെർഫോമൻസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിറത്തിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് അവർ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മുടെ മുന്നിൽ മറ്റൊരു റീലുണ്ട്. 2-3 ദിവസത്തിന് മുന്നേ ഞാൻ ചെയ്തൊരു ഷോയിൽ കോട്ടയത്ത് ലുലുവിൻ്റെ ഒരു ഷോയ്ക്ക് ചെയ്ത സമയത്ത് ഐ വാസ് വെയറിങ് എ ഗ്രീൻ ഡ്രസ് ആൻഡ് ഐ ആം ഡാൻസിങ് ഓൺ ദ സ്റ്റേജ്. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അത്രയും മോശപ്പെട്ട കമൻസുകളാണ്, ഭയങ്കര വിയേർഡായിട്ടുള്ള കമൻസ്. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. എനിക്ക് സ്റ്റേജിൽ കയറുമ്പോഴാണ് ഞാൻ എൻ്റെ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. ഇപ്പോഴൊക്കെയും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മ്യൂസിക്കിനെ കുറിച്ചിട്ടും എൻ്റെ വർക്കിനെ കുറിച്ചും ഒക്കെ. നിങ്ങളത് ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ ഒരു ലൈൻ ഓഫ് തിങ്കിങ് എൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. Once I get into the stage, once I get into the platform only, I switch off my brain and I dancing for the people. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിലിരിക്കുന്ന ഇവിടുത്തെ ഈ ജനങ്ങളുടെ മുന്നിലിരുന്നിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റർടൈൻഡ് ആയാൽ മാത്രമേ എനിക്ക് അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റർടൈൻ ആയി ഞാൻ എൻ്റെ രീതിക്ക് ഡാൻസ് ചെയ്ത് അവർക്ക് വേണ്ടി പാട്ട് പാടുന്നതിനെ ആണ് താഴെ കമൻസിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിക്ക് വന്നിരിക്കുന്നത് കമൻസ്. ഞാൻ അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ് വായിച്ചോട്ടെ. മിന്നൂസ് വണ്ടർ വേൾഡിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും ഒക്കെ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, ഇതുപോലെ കോലം കെട്ടിയല്ലെന്ന് മാത്രം.
കോലം കെട്ടൽ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അവഹേളിക്കുമ്പോൾ എനിക്ക് അഭയഹിരൺമയി പറഞ്ഞതിൽ 2 കാര്യങ്ങൾ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഒന്ന്, അവർ പറഞ്ഞത് ഐ എം എൻ ആർട്ടിസ്റ്റ് എന്നാണ്. ഐ എം എ മ്യൂസീഷ്യനോ ഐ എം എ സിംഗർ എന്നല്ല, ഐ എം എൻ ആർട്ടിസ്റ്റ്. എൻ്റെ ജോലി എൻ്റെ ആർട്ട് ഉപയോഗിച്ച് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. 2, അവർ പറഞ്ഞത് ഞാൻ എൻ്റർടൈൻഡ് ആയിരുന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ആളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇത് ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കേട്ടാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങൾ അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നാൽ മാത്രമേ നിങ്ങളെ കേൾക്കുന്ന ഒരാൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അതായത് നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കരുതെന്നാണ്. ഇവർ അവരുടെ ആർട്ടിനെ അവരാദ്യം എൻജോയ് ചെയ്യുന്നു. ആ എൻജോയ്മെൻറ്റ് അവർ എക്സ്പ്രസ് ചെയ്യുന്നു. അതിനവർ പാട്ട് തന്നെ ഉപയോഗിക്കുന്നു, മ്യൂസിക് ഉപയോഗിക്കുന്നു, അതിൻ്റെ കൂടെ ഡാൻസ് ഉപയോഗിക്കുന്നു. അത് കാണുന്ന ഓഡിയൻസ് എൻ്റർടൈൻഡ് ആവുന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും പ്രോഗ്രാംസ് കിട്ടുകയും അവർ സ്റ്റേജിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഈ 2 പോയിൻറ്റ്സിനെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അവരവരുടെ വർക്ക് ചെയ്യാണ്. അത് ഇങ്ങനെ ചെയ്യണം എന്നവരോട് ചെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചിത്ര ചേച്ചി പാടിയതുപോലെ ഒരു സാരി ഉടുത്ത് അനങ്ങാതെ നിന്ന് പാടുക എന്ന് പറയുന്നത് അത് അവരുടെ കംഫർട്ട് ഒരു സിറ്റുവേഷൻ അതാണ്. അതുപോലെ സുജാത ചേച്ചി പാടുന്നത് അവരുടെ കംഫർട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിത്ര ചേച്ചിയും ജാനകി അമ്മയും കൂടി നോക്കിക്കഴിഞ്ഞാൽ ജാനകി അമ്മ പാറ പോലെയാണ് നിൽക്കുക. അതായത് അവരുടെ പാട്ടും എക്സ്പ്രഷനും ഒക്കെ അമ്മാതിരി റൊമാൻസാണ്. അങ്ങനെ നിൽക്കുമ്പോഴും അവർ ഭസ്മമൊക്കെ പൂശി ഒരു സാരി ഉടുത്ത് ഇങ്ങനെ നിന്ന് പാടുക ചെയ്യുക. ചിത്ര ചേച്ചി കുറച്ചും കൂടി എക്സ്പ്രസീവാണ്. ചിത്ര ചേച്ചിയുടെയൊക്കെ ഒരു ജനറേഷന് ഇപ്പുറത്തേക്ക് വന്നിട്ടുള്ള സിംഗേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ റിമി ടോമിയെ നോക്കുമ്പോൾ റിമി ടോമി ഫുൾ ഡാൻസും പരിപാടിയാണ്. അവർ ആ പാടുന്ന എനർജി, അതിൻ്റെ കൂടെ അവരുടെ ഡാൻസിൻ്റെ എനർജി, ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്ന കൗണ്ടറിൻ്റെ എനർജിയൊക്കെ കൊണ്ടാണ് അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഗൗരി ലക്ഷ്മിയുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഫുൾ കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് അത് ചെയ്യുന്നത്. അവരുടെ കൂടെ ഡാൻസേഴ്സ് ഉണ്ട്, അവർ കൂടെ ഡാൻസ് ചെയ്യും, അങ്ങനെ പെർഫോം ചെയ്യുകയാണ്. ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഓരോ തലമുറകൾ മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. കാണാൻ വരുന്ന ഓഡിയൻസിന് എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് അത് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുണ്ട്. അഭയ ഹിരൺമയിയുടെ ഓഡിയൻസിന് ഇഷ്ടമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന, അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവരുടെ ആർട്ടിനെ അവർ പെർഫോം ചെയ്യാം. കാശ് കൊടുത്ത് പ്രോഗ്രാമിന് കയറിയിട്ട് നിങ്ങൾക്ക് ഈ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിയോജിപ്പ് അറിയിക്കാം. അതല്ലാത്ത പക്ഷം ഇതിൻ്റെ അറ്റവും പറ്റായിട്ട് ക്ലിപ്പുകളൊക്കെ ഇവിടുന്നൊക്കെ കണ്ടിട്ട് ഇത് ഇങ്ങനെയാണോ ചെയ്യുന്നത്, ചിത്ര ചേച്ചി നിൽക്കണം കണ്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭയ ഹിരൺമയിക്ക് ഇങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അത് ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അവരുടെ ആർട്ടിനെ അവർ ഡെലിവർ ചെയ്യുന്നു. പിന്നെ കല എന്ന് പറയുന്ന രംഗത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സിംഗിൾ ആർട്ട് ഫോം, അതായത് പാട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ സീമകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മളൊരു കമ്പൈൻഡ് ആയിട്ടുള്ള പരിപാടിയായിട്ട് ഇത് മാറുകയാണ്. ടെക്നോളജിയുടെ വരവും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു സ്റ്റേജ് ഷോയിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ക്രീനിൽ ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് ഇമോഷൻസും വന്നു പോകുന്നത് കാണും. ഇതിൻ്റെ മുമ്പിലൊരു സെറ്റ് ഓഫ് ഡാൻസേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്ന ആളുകളും സ്ക്രീനിലുണ്ടാവും, ആ കൊറിയോഗ്രഫിയുടെ ഭാഗമായിട്ടുണ്ടാവും, സിംഗർ ഉണ്ടാവും, അവരും ഡാൻസിൻ്റെ ഭാഗമായിട്ട് ചേരും. പുറകിലെ സ്ക്രീനിലെ ഇമോഷൻസിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ ഡ്രസ്സിങ്ങും പരിപാടിയും. അവിടെ കോസ്റ്റ്യൂംസ് വന്നു, മേക്കപ്പ് വന്നു, ഡാൻസ് വന്നു, പാട്ട് വന്നു, ഇൻസ്ട്രുമെൻറ്റ്സ് വന്നു, എന്തൊക്കെ കാര്യങ്ങൾ വന്നു. അതിൻ്റെ കൂടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ചയുടെ കുറേ സാധനങ്ങൾ നമ്മൾ കാണുന്നു. ഇതിൽ നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക. അല്ലാതെ നിങ്ങളിങ്ങനെ ചെയ്യാവൂ, നിങ്ങൾ ഇത് മാത്രം ചെയ്യാനുള്ള ആളാണെന്ന് അങ്ങോട്ട് കയറി അവരുടെ ഉള്ളിൽ കയറിയിരുന്ന അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നെനിക്കിഷ്ടപ്പെട്ടത് അങ്ങനെ ചോദിക്കാൻ, ഇങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നടിമാരും നടന്മാരും ഒക്കെ ഉണ്ടാവും കേട്ടോ. അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തു വെച്ച് എന്തെങ്കിലും ചെയ്യുന്നു, അത് അതിൽ ചോദിച്ചു എന്നുള്ളത് രസമാണ്. അവരെ സംബന്ധിച്ച് ക്ലിക്ക് കിട്ടുക, കാണുന്ന ആൾക്കാർ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലത്തെ ആ ഒരു ആംഗിളിലാണ് അങ്ങനത്തെ ക്യാപ്ഷൻസ് ഇട്ടിട്ടുണ്ടാവുക. പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഇവരുടെയൊക്കെ ഒരു ആംഗിൾ ഇതാണല്ലോ, ഈ മോളിൽ നിന്ന് താഴോട്ട് മാത്രമേ ഇവർ നടിമാരെ കാണുള്ളൂ. ഇനിയിപ്പോൾ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ നിന്ന് പരമാവധി മുകളിലേക്ക് കാണാമെന്ന് പറയുന്ന പോലത്തെ ഇങ്ങനത്തെ ആംഗിൾ വെക്കുന്ന ഓൺലൈൻ മീഡിയക്കാരാണ്. അവരൊന്ന് എക്സ്പോസ് ചെയ്യുന്നത് അവരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ, ആദില നൂർ അവരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടും ചെയ്തായിരിക്കാം. ആദിലയുടെ ഒരു ടോൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സർക്കാസ്റ്റിക് ലൈനിലാണ് അവർ പോകുക എന്നുള്ളത് അവരുടെ ബിഗ് ബോസിലെ പ്രോഗ്രാം അത് മൊത്തത്തിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു ധാരണയുണ്ട്. അതിലങ്ങനെ ഒരു പ്രതിഷേധാത്മകം എന്ന് പറയുന്നതിനേക്കാൾ അവർ കുറച്ചും കൂടി ഒരു സർക്കാസ്റ്റിക് ടോണിലാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക. ഈ ക്യാപ്ഷനെയാണ് അവരിതിൽ ചോദ്യം ചെയ്തിട്ടുള്ളതെങ്കിലും ഈ ഓൺലൈൻ മീഡിയാസ്
നീലക്കുയിൽ എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത് നീലക്കുയിലാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് നീലക്കുയിൽ മാത്രമായിരുന്നു നമ്മുടെ പ്രശ്നമെങ്കിൽ ഇന്ന് മഞ്ഞക്കുയിലുണ്ട്, പച്ചക്കുയിലുണ്ട്, ഇനി ചിലപ്പോൾ പല കളറിലുള്ള കുയിലുകൾ കൂടുതലായിട്ട് വരുന്നു. പിന്നെ കുയിലില്ലാത്ത വേറെയും കുറേ മീഡിയ പരിപാടികളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ആംഗിൾ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് സ്ത്രീ ആർട്ടിസ്റ്റുകളൊക്കെയാണ്. ഇപ്പോൾ അവരെ തന്നെ വിളിക്കുന്ന ആളുകളുണ്ട്. ഓരോ ആർട്ടിസ്റ്റുകളും ഈ പറയുന്ന ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ച് ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ട്, നിങ്ങൾ കവർ ചെയ്യണം എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഈ ആർട്ടിസ്റ്റ് പറയാത്തടത്തും ചില സമയത്ത് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ പറഞ്ഞു കേട്ട് അറിഞ്ഞോ ഒക്കെ വരാൻ സാധ്യതയുള്ള ഈ ഓൺലൈൻ മീഡിയക്കാർ ഇവരുടെ ആംഗിൾ ഉണ്ടാക്കുന്ന, ക്യാമറ ആംഗിൾ ഉണ്ടാക്കുന്ന ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. മോളിൽ നിന്ന് വരുമോ, സൈഡിൽ നിന്ന് വരുമോ, താഴെ നിന്ന് വരുമോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങളിപ്പോൾ ഈ പല വീഡിയോ ക്ലിപ്പുകളും കാണുന്ന സമയത്ത് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുമ്പോഴൊക്കെ എവിടേക്കാണ് ഞാൻ കൈ വെക്കേണ്ടതെന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് അവിടെ ഇവിടെയൊക്കെ ആളുണ്ട്, ഇങ്ങനെ നിൽക്കേണ്ട. നമ്മളൊരു പ്രോഗ്രാമിൽ പോയി നെഞ്ചും വിരിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടടുത്ത് ഈ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് എങ്ങനെ ഞാനിത് ഇവന്മാരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന അങ്ങനത്തെ ആർട്ടിസ്റ്റുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെന്ന് മാറ്റമുണ്ടാവുമെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ആദില സർക്കാസ്റ്റിക് ടോണിലാണ് ഇത് പറഞ്ഞത്. ഇനി മറ്റൊരാൾ കുറച്ചും കൂടി രൂക്ഷമായിട്ട് ഇത് സംസാരിക്കുക അല്ലെങ്കിൽ രൂക്ഷമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമ്പോൾ ഈ അനാവശ്യ ആംഗിളുകളിലൊരു ഡിഫറൻസ്. നമുക്കിഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ഒരു ഇവൻറ്റിന് പോകുന്നു, ഒരു ഉദ്ഘാടനം ചെയ്യുന്നു, വരുന്നു, അതൊക്കെ കാണുന്നത് നമുക്ക് സന്തോഷമാണ്. പക്ഷേ അവരെ ഏറ്റവും അൺകംഫർട്ടബിൾ ആക്കുന്ന ആംഗിളിൽ ക്യാമറ വെച്ച് കാണിച്ചാലേ നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷേ അവരങ്ങനെ ചെയ്യുന്നത് അവരുടെ വ്യൂസിൻ്റെയും അവരുടെ റീച്ചിൻ്റെയും ഭാഗമായിട്ടാണ്. അതിനെതിരെ അൺകംഫർട്ടബിൾ ആവുന്ന ആർട്ടിസ്റ്റുകൾ പ്രതികരിക്കുന്നതിൻ്റെ ഒരു തുടക്കമായി ഇത് മാറുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഇനി നമ്മൾ ഇപ്പോൾ കണ്ടതിൻ്റെ അല്ല, ഇതിനേക്കാൾ വളരെ മോശമായ, ഇതിനേക്കാൾ വളരെ രൂക്ഷമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഇത് ചിലരെ ചിലപ്പോൾ ട്രിഗർ ചെയ്തേക്കാം. ട്രിഗർ വാർണിംഗ് വെക്കുകയാണ്. ഈ വീഡിയോ ഇതിന് മുമ്പും ഞാൻ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടിട്ടുള്ളതാണ്. അത് വെച്ചിട്ടാണ് പറയുന്നത്. കുറച്ച് ട്രിഗറിങ് ആയേക്കാം. ഓ മൈ ഗോഡ് എന്ന് പറയും. വാട്ട് ദ ഹെൽ വാസ് ദാറ്റ് എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ അവരുടെ ലിപ്പ് മൂവ്മെൻറ്റിൽ എനിക്ക് വായിക്കാൻ പറ്റുന്നതാണ്. അവരത്രേ പറഞ്ഞല്ലോ എന്ന് ആലോചിച്ച് പോയി. ഇത് എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് ഒരാളൊരു പ്രോഗ്രാമിന് വരുന്നു, അവരെ പറിച്ച് കീറി തിന്നാൻ ആൾക്കാർ കാത്തിരിക്കുന്നത് പോലെ ഞാൻ റേഡിയോയിലുള്ള സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഇവൻറ്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ ആർട്ടിസ്റ്റുകളും പറയും നമുക്ക് ഇത്ര ബൗൺസേഴ്സ് വേണം. അത് സ്റ്റാർഡം കൂടുന്നതനുസരിച്ച് ബൗൺസേഴ്സിൻ്റെ എണ്ണം കൂടും. ഈ ബൗൺസേഴ്സിനെ അവർക്ക് കാണണമെന്ന് വരെ പറയുന്ന സാഹചര്യങ്ങളുണ്ടാവും. കാരണം അങ്ങനെ പ്രൊട്ടക്ഷൻ ഒരുക്കാൻ പറ്റുമോ? ഇപ്പോൾ സാനിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഈ ബൗൺസേഴ്സ് ഉണ്ടായിട്ട് പോലും അവർ അറ്റാക്ക് നേരിടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. നടന്മാർ ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. നടിമാരാണ് ഏറ്റവും രൂക്ഷമായിട്ട് ഇത് അനുഭവിക്കുന്നത്. ഈ ബൗൺസേഴ്സിനെയൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് പോകുമ്പോഴും ഇതുപോലെ ബൗൺസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മാത്രമായിട്ടുള്ള ആളുകൾ വരുമ്പോഴും ഇതുപോലെ ബൗൺസേഴ്സ് വരുമ്പോൾ കുറേ കമൻറ്റ് ബോക്സിലൊക്കെ കാണാറുണ്ട്, ഇവക്കൊക്കെ വേണ്ടിയിട്ടാണോ ഇങ്ങനെ? എന്തായിരുന്നു ആ ഒരു വൃത്തികെട്ട ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, തക്കാളിപ്പെട്ടിക്ക് എന്തിനാ ഗോദ്രേജിൻ്റെ പൂട്ട് എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരെ വെക്കേണ്ടി വരുന്നത് ഈ കമൻ്റ് ഇടുന്ന ഇത് തക്കാളിപ്പെട്ടിയാണെന്ന്, അതായത് അതിനൊരു ഒബ്ജക്റ്റായി കാണുന്ന, അതുപോലെയുള്ള മറ്റ് അഭിനേത്രിമാരെയും ഒബ്ജക്റ്റായി കാണുന്ന, ആ ഒബ്ജക്റ്റിനെ നമുക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാലും യൂസ് ചെയ്യാം എന്ന് ആലോചിക്കുന്ന വൃത്തികെട്ടവന്മാർ നാട്ടിൽ ഒരുപാടുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഈ ബൗൺസേഴ്സൊക്കെ വരേണ്ട ഒരു ആവശ്യകത ഉണ്ടാകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിക്രം തിരുവനന്തപുരത്ത് വരുന്ന ഒരു പരിപാടിക്ക് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്രയും വലുതായിരുന്നു. ഇത്ര ബൗൺസേഴ്സ്, അവർക്ക് കണക്കുണ്ട്, ബൗൺസേഴ്സ് വേണം, അതേ സ്റ്റേജിൽ കയറുന്നവരെ ഇത്രയും ഡിസ്റ്റൻസ് ഈ ക്രൗഡുമായിട്ടുണ്ടാവണം, അതിനിടയിൽ സെൽഫിയും പരിപാടികളും പാടില്ല. സ്റ്റേജിൽ കയറിയാലും ആ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തിനോട് എങ്ങനെ പെരുമാറണം, സ്റ്റേജിൽ എത്ര ആൾ വേണം, കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അവർ വെക്കുന്നുണ്ട്. കാരണം അത്രയും പ്രൊട്ടക്ഷൻ അവിടെ ആവശ്യമാണ്. ഇത് ഒരു പുരുഷൻ വരുമ്പോഴാണ്. അതേ സ്റ്റാർഡമുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് വരുമ്പോൾ ഈ ക്രൗഡ് ബിഹേവ് ചെയ്യുന്നത് കുറേയും കൂടി ഭീകരമായിട്ടാണ്. വിക്രമിനെ ഒന്ന് തൊടുക, അടുത്ത് നിൽക്കുക എന്നുള്ളതാണെങ്കിൽ ഒരു അഭിനേത്രി ആകുമ്പോൾ എന്താണെന്നറിയോ, ഈ സെലിബ്രിറ്റീസിനെയൊക്കെ ചില ആൾക്കാർ കാണുന്നത് നമ്മൾ ഈ ടൂറ് പോകുമ്പോൾ പാറ കാണുന്ന പോലെ, അതായത് വളരെ പ്രശസ്തമായൊരു പാറയാണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പോയി നമ്മുടെ പേര് എഴുതി വെക്കണം, നമ്മുടെ ഒരു മാർക്ക് അവിടെ ഇട്ട് വെക്കണം എന്ന് പറയുന്ന പോലെ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ ഒന്ന് നുള്ളി നോക്കണം, ഒന്ന് പിടിച്ച് നോക്കണം എന്നൊക്കെയുള്ള തോന്നൽ അത് ഈ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഇല്ലാതെ വരും. ഫീമെയിലിലേക്ക് വരുമ്പോൾ അത് ആക്രമണമായിട്ടാണ് മാറുക. ഇത് അവരിലുണ്ടാക്കുന്ന ഒരു ഭീകരതയുണ്ട്. അതുകൊണ്ടാണോ ബൗൺസേഴ്സിനെ വെക്കേണ്ടി വരുന്നത്? സത്യം പറഞ്ഞാൽ അങ്ങനെ ബൗൺസേഴ്സിനെ വെക്കേണ്ടി വരുന്നത് നമ്മൾ സാംസ്കാരികമായി എത്ര പുറകിലാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു കാരണം തന്നെയാണ്. എൻ്റെ ഈ ബൗൺസേഴ്സ് ഉണ്ടായിട്ടും ഈ അവസ്ഥയിലേക്ക് ഒരു ആർട്ടിസ്റ്റ് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത്, ഇതിപ്പം അധിക സമയമൊന്നും ഉണ്ടാവില്ല, എത്രയോ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാറിലേക്ക് എത്തിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും
അത്രയും സമയം ലൈഫ് ലോങ് അവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ട്രോമ അവർ അനുഭവിച്ചു. ഇതിനോട് സിമിലർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് സാനി അയ്യപ്പൻ. അവർ പറയുന്നത് ഇന്നിപ്പോൾ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഒരാൾ ഷെയ്ക്ക് ഹാൻഡ് തരാൻ പോകുമ്പോൾ പോലും, അതായത് അപരിചിതനായിട്ടുള്ള ഒരാൾ ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ പോലും നിങ്ങൾ അവരുടെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കണ്ടു നോക്കുക, അവരുടെ മുഖത്ത് നമുക്ക് ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണിത്. ഇതിനോട് ചേർത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഉദാഹരണം അപർണ ബാലമുരളി. അവരൊരു കോളേജിൽ ഗസ്റ്റായിട്ട് പോയ സമയത്ത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ തോളത്ത് കൈയിടാൻ പോയ ആളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന അപർണയുണ്ട്. ഈ അപർണയെ എല്ലാവരും കുറ്റപ്പെടുത്തി. കാരണം അവർ ഇപ്പോൾ ആസിഫ് അലിയുടെ കൂടെ നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ആസിഫ് അലിയെ നിനക്ക് ഹഗ് ചെയ്യാം, ഈ പയ്യനൊന്ന് തോളത്ത് കൈയിട്ടാൽ എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നമ്മൾ മിനിമം, അതായത് ലോവസ്റ്റ് ഓഫ് ദ ലോവസ്റ്റ് കോമൺ സെൻസ് വെച്ച് ആലോചിക്കേണ്ടത് ആസിഫ് അലി അവരുടെ കോ ആക്ടറാണ്. അവർക്ക് പേഴ്സണലി അറിയാം ഇയാൾ ഞാൻ അടുത്ത് നിന്നാലും ഞാനൊന്ന് ഹഗ് ചെയ്താലും അതിൽ മോശമായ ഒരു എലമെൻറ്റ് കണ്ടെത്തില്ലെന്നും എൻ്റെ ശരീരത്ത് കടന്നു കയറില്ല എന്ന് പറയുന്ന ഒരു ഉറപ്പ് അവർക്ക് ഉള്ളതുകൊണ്ടാണ്, ആ കംഫർട്ടബിൾ ഫീൽ അവിടെയുള്ള കംഫർട്ടബിൾ സ്പേസ് അവിടെ ഉള്ളതുകൊണ്ടാണ് അവരത് അവിടെ ചെയ്യുന്നത്. പക്ഷേ ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ തോളത്ത് കൈയിട്ടാൽ ഞാൻ അൺകംഫർട്ടബിളാണ്, എൻ്റെ ദേഹത്ത് പരിചയമില്ലാത്ത ഒരാൾ തൊടുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അപർണ ബാലമുരളിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഒരേ അവകാശമാണ്. ഞാൻ അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിൽ എൻ്റെ ശരീരത്തിൽ ഒരാൾ തൊടാൻ പാടില്ല. അതെനിക്കുണ്ടാക്കുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഒരു സിനിമാ താരമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫിഗർ ആകുമ്പോൾ ഈ സ്വാതന്ത്ര്യം കാണിക്കലുകാർ കുറച്ച് കൂടുതലാണ്. ഇനി ഇതിനെ അപർണ ബാലമുരളി എതിർത്ത് മാറി നിൽക്കുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ആക്രമണമായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസമായിട്ടുള്ള ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ 120 രൂപ കൊടുത്തുകൊണ്ടാടി നീ സ്റ്റാർ ആയതെന്നാണ്. നീ 120 രൂപ കൊടുത്തത് നിനക്ക് കണ്ണിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിൻ്റെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ടോട്ടൽ സിനിമ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ സിനിമയിലെ അഭിനേത്രി പുറത്തിറങ്ങി നടക്കുമ്പോൾ നിനക്ക് തോന്നിയതുപോലെ അവരുടെ ശരീരത്ത് കടന്നു കയറാം എന്നുള്ള അവകാശപത്രമൊന്നുമല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അവർ ആർട്ടിസ്റ്റുകളാണ്, അവർ പെർഫോം ചെയ്യുന്നു, അവരുടെ പണം വാങ്ങി അവരുടെ ജോലി കഴിഞ്ഞു പോയി. നിനക്ക് അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തോളൂ. പക്ഷേ അവർ അഭിനയിച്ച് പോയി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സിനിമ ഒരു പ്രൊഡ്യൂസർ നിന്നെ കാണിക്കുകയും ആ പ്രൊഡ്യൂസറിന് നീ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി പത്രമായിട്ട് അവരുടെ ശരീരത്ത് കടന്നു കയറാനുള്ള യാതൊരു അവകാശവും. അവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് തരുന്നതിൽ അവർക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ അവർ തരും. അതിനപ്പുറത്തേക്കുള്ള ഇതേ ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് നിങ്ങളിപ്പോഴും ഈ അഭിനേത്രിമാർ അവർ വരുന്ന ഈവൻസിൽ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി, ഇതേ ആറ്റിറ്റ്യൂഡോടെയാണ് നിങ്ങൾ നോക്കി കാണുന്നതെങ്കിൽ ഈ അഭിനേത്രിയെ ആ പ്രോഗ്രാമിനിടയ്ക്ക് വെച്ച് കടന്നു പിടിച്ച് ആക്രമിച്ച ആൾക്കാരും നിങ്ങൾ തമ്മിലൊരു വ്യത്യാസമില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇവരും ഈ ആക്രമിച്ച ആളുകളും ഇതേ ആറ്റിറ്റ്യൂഡോടെയാണ്. ഞാൻ വളർത്തി വലുതാക്കിയ ആളാണ്, അപ്പോൾ അവൾ വരുമ്പോൾ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാനിതിങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെയും വർക്കായിട്ടുള്ളത്. എന്തായാലും ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഒറ്റ പ്രതീക്ഷയുള്ളൂ, ആ അഭിനേത്രിക്ക് ഈ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അത് അവർക്ക് മറക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് അവരുടെ ഫ്യൂച്ചറിനെ അധികം ബാധിക്കാതിരിക്കട്ടെ, അവരുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവട്ടെ എന്ന് പറയുന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത റീലിലേക്ക് പോവുകയാണ്. റിപ്പോർട്ടർ ടിവിയുടെ എന്തോ വീഡിയോ ആണ്. ഞാൻ വോട്ട് ചെയ്യാൻ വന്നതാണ്, പക്ഷേ തിരിച്ചു പോവുകയാണ്. ഓ ഓ ഓ ഓ പോലീസുകാരൻ ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ നിയമാവലിയിലുള്ളതല്ലേ? ഞാൻ വോട്ട് ചെയ്യാൻ വന്നതാണ് ഒന്നാവാട് കോലഴി പഞ്ചായത്ത്. ഭിന്നശേഷി സൗഹൃദം എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ എനിക്ക് മാർഗ്ഗമില്ലാതെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഇതിനെന്താണ് നടപടി? ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ എത്തുന്നവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. തീർച്ചയായും വേണം, നടപടിയെടുക്കണം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു അധികാരം വിനിയോഗിക്കാൻ പറ്റുന്നില്ല ജസ്റ്റ് ബിക്കോസ് അവർ ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരാളാണ്. അവർക്ക് ഈ പോളിംഗ് ബൂത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കിയിട്ടില്ല. ഒരൊറ്റ കാരണം കൊണ്ട് അവർ തിരിച്ചു പോവുകയാണ്. അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ ജനാധിപത്യ രാജ്യത്ത് കാണേണ്ട ഏറ്റവും വലിയ
ഏറ്റവും വലിയ നെഗ്ലിജൻസ് ആണ് നിയമം ഉണ്ടായിട്ടും. ഈ റീൽ നമുക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുള്ളതാണ്. ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയും ഇതേ പ്രശ്നം തന്നെ നേരിട്ടിട്ട് അതും നമുക്ക് റീലായിട്ട് അയച്ചു തന്നിട്ട് അവരുടെ പ്രശ്നങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് എങ്ങനെയാണ് ആ പോലീസുകാരന് ചിരിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഒരു മാർഗ്ഗവുമില്ലേ? ഇതൊക്കെ അവർ നേരത്തെ ചിന്തിക്കേണ്ടതല്ലേ? ഈ രാജ്യത്ത് എത്ര തരത്തിലുള്ള ആളുകളുണ്ട്. നമ്മളിവിടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് റിപ്പബ്ലിക് ദിനത്തിന് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ഇവിടുത്തെ നാനാത്വത്തിൽ ഏകത്വം. സംസ്കാരങ്ങളുടെ, ലിംഗഭേദമന്യേ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കനുസരിച്ച്, അതുപോലെ ശാരീരികമായ കഴിവുകളനുസരിച്ചും ഒക്കെയും ഇവിടെ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും ഒരേ അവകാശം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് ഈ പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് എന്താണ് പരിഹാരം എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ ഫ്യൂച്ചർ നിയമ നടപടികൾ എനിക്കറിയില്ല. പക്ഷേ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കും വോട്ട് ചെയ്യാൻ ഭിന്നശേഷി സൗഹൃദമായ രീതിയിൽ വേണം പോളിംഗ് ബൂത്തുകൾ ഉണ്ടാവേണ്ടതെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിവിടെ ഒരു മറുകുണ്ട്. ആ മറുകിൻ്റെ പേരിൽ മാത്രം എനിക്ക് ഒരു സ്ഥലത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തെ പരമോന്നത അധികാരം, എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഏറ്റവും പരമോന്നതമായ ഒരു അധികാരം എനിക്ക് വിനിയോഗിക്കാൻ പറ്റില്ല ജസ്റ്റ് ബിക്കോസ് ഇവിടെ ഒരു മറുകുണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തൊരു വൃത്തികേടാണ് എന്ന് പറയുന്ന പോലെ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായ ഒരു ശരീരപ്രകൃതി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, ഞാൻ വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുക എന്ന് പറയുന്നത് അത് ആ ആളുകളെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന പോലെ അല്ലേ? അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലല്ലോ. ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് അത്. എത്രയും പെട്ടെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മനസ്സിലാക്കട്ടെ. പോളിംഗ് ബൂത്തുകൾ ഒരുക്കുന്ന സമയത്ത്, അത് സെലക്ട് ചെയ്യുന്ന സമയത്ത്, അവിടെ പോളിംഗ് ബൂത്ത് ക്രമീകരിക്കുന്ന സമയത്ത് ഇതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് നിഷ്കർഷിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടാവട്ടെ. ഈ സിറ്റുവേഷൻ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് ഓൾറെഡി കംപ്ലയിൻറ്റ് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിന് നടപടി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നമ്മളിനി അടുത്ത റീലിലേക്ക് പോവുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പിരിയിലൊരു നാൾ കണ്ണൂർ ജില്ലയിലെ ടീച്ചർ വാക്കെടുത്താലും പുറത്തേക്ക് വരില്ല. അത് നമ്മുടെ പേഴ്സണൽ ഫീലിംഗ് ആണ്. ആ കുഞ്ഞൊക്കെ പിടിക്കണം നോക്കിയ കയ്യിൽ. ഇത് ഇമോഷണൽ ആക്കാനായിട്ട് അതൊരു അമ്മയെന്നൊക്കെ വിളിച്ചോ? എനിക്ക് ഏറ്റവും ഹൃദയഹാരിയായി തോന്നിയ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കൊണ്ട ഒരു ഷോട്ട് എന്ന് പറയുന്നത് ആ ടീച്ചറിൻ്റെ കയ്യിൽ കുട്ടികൾ മുറുക്കെ പിടിക്കുന്നതാണ്. ഈ കൊച്ചു കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പരിചയമുള്ള കുട്ടികൾ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ വളരെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ കൈക്ക് പിടിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ഇവിടെ ആ ടീച്ചർ പോകുമ്പോൾ ഈ കുട്ടികൾ പിടിക്കുന്നത് എനിക്ക് വേണ്ടപ്പെട്ട, അതായത് എനിക്ക് സംസാരിക്കാനാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ പോവാണ്. ഒരു കുഞ്ഞിൻ്റെ, ഒരു ബാല്യകാലത്തിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വിട്ടിട്ട് പോലെ എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിഗർ. ചിലർക്ക് അത് അച്ഛനായിരിക്കും, ചിലർക്ക് അമ്മയായിരിക്കും. അച്ഛനും അമ്മയും അങ്ങനെയായിരിക്കും, ചിലപ്പോൾ അമ്മമാരും അമ്മായിമാരും, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് കിട്ടണമെന്നില്ല. ഇവിടെ ആ ടീച്ചർക്ക് അങ്ങനൊരു ഫിഗറായി ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത്, നമ്മൾ എത്രയോ ടീച്ചേഴ്സ് വളരെ മോശമായി കുട്ടികളെ ഡീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരുപാട് കോൾ ഔട്ടൊക്കെ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഏറ്റവും ടോക്സിക് ആയിട്ടാണ് എൻ്റെ ടീച്ചർ എന്നെ ഹാൻഡിൽ ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ, ഒരു സാർ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ തുറന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും വടിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അധ്യാപകർ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പോവല്ലേ ടീച്ചറെ എന്ന് പറഞ്ഞ് അവരെ പിടിക്കണമെങ്കിൽ അവരുടെ ഒരു ഏജൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ടോക്സിക് ടീച്ചേഴ്സ്, തല്ലിപ്പഴിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ യാത്ര തുടങ്ങിയതായിരിക്കണം. അപ്പോഴും ആ ടീച്ചർ പോകുന്ന സമയത്ത് പോവല്ലേ ടീച്ചറെ എന്ന് പറഞ്ഞ് ടീച്ചറുടെ കൈക്ക് ആ കുട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആയുഷ്കാലത്തേക്ക് ഓർക്കാൻ ഒരു ഓസ്കാറൊക്കെ കൈ പിടിച്ചിങ്ങനെ നിൽക്കുന്ന പോലെ അവരൊറ്റ ഫ്രെയിം മതി. ആൻഡ് ആ കുഞ്ഞുങ്ങൾ, അവരും അവരെ പോലെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ ഒരാൾ എനിക്ക് വളരെ കോൺഫിഡൻ്റായി കൈ മുറുക്കി പിടിക്കാം, എന്നെ തെറ്റായ ഒരു വഴിക്ക് കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ എന്നെ അപകടപ്പെടുത്തില്ല, എന്നെ ഒറ്റയ്ക്കാക്കില്ല എന്ന് തോന്നുന്ന ഒരു കൈ ഉണ്ടാവട്ടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ന് പറഞ്ഞ് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് നമുക്ക് അടുത്ത റീലിലേക്ക് പോകാം. ഞങ്ങൾ ആരും തീരുമാനിച്ചു.
നടക്കുന്ന സമയത്ത് ഞങ്ങൾ തീരുക. കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും രണ്ടും രണ്ട് വ്യക്തികളായി പോകും. അത് ചെറിയൊരു പോയിന്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. വളരെ 100-ൽ ഒരെണ്ണമേ കാണുള്ളൂ. തന്തേം തള്ളേം വളർത്തിക്കൊണ്ട് വന്നത് നല്ല രീതിയിൽ കെട്ടിച്ചു കൊടുക്കാൻ കണ്ടവൻ്റെ ഒക്കെ പുറകെ പോയിട്ട് ഗുരുമാരൊക്കെ എന്ത് പറയാൻ തല്ലുവോ പുള്ളി? പ്രളയമല്ലേ കേട്ടോ, പ്രണയം. സ്നേഹിച്ചിട്ടൊക്കെ ഉണ്ട്. അവള് നല്ല നല്ല കാശുകളോടെ എങ്ങനെ ഇരിക്കുന്നു? അത്രയുള്ള കാര്യങ്ങളൊക്കെ അവർ വേറെ കല്യാണം കഴിച്ചില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കാറില്ല, പോയിട്ടുമില്ല ഒന്നും. ഇല്ല. പുള്ളി എന്തോ മഹാഭാവമായിട്ട് അതിനെ കാണണേ. ആദ്യത്തെ പുള്ളി പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ പ്രണയിക്കുന്ന, കാരണം പുള്ളി നോക്കുമ്പോൾ പ്രണയിക്കുന്ന ആൾക്കാരൊക്കെ കല്യാണം കഴിയുമ്പോൾ രണ്ട് വഴിക്ക് പോകാമെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ എത്രത്തോളം ജെന്യുവനായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഈ ഒരു ഹണിമൂൺ ഫേസ് എന്നൊക്കെ പറയില്ലേ, ഈ ഹണിമൂൺ ഫേസ് 6 മാസം കൊണ്ട് തീരും അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ട് തീരും എന്നൊക്കെ കുറേ ആൾക്കാർ പറയും. പക്ഷേ ആ ഹണിമൂൺ ഫേസിന് ശേഷവും നിങ്ങളൊരു ഫേക്ക് ആയിട്ടുള്ള സാധനം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് കുറേ വർഷത്തോളം ഈ സ്നേഹം അങ്ങ് കൊടുക്കുകയാണ്. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹം വാരിക്കോരി കൊടുക്കുകയാണ്. വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വന്നു കഴിയുമ്പോൾ ഈ മുഖംമൂടി കുറച്ചും കൂടി ഇളകും. കാര്യം നമ്മൾ കൂടുതൽ സമയം ഒരുമിച്ചാണ്. ഈ പറയുന്ന ജോലികൾ എങ്ങനെ നമ്മൾ വിഭജിച്ചെടുക്കുന്നു, ഒരുമിച്ച് ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു എന്നുള്ളത് കുറേയും കൂടി മുഖംമൂടികളില്ലാതെ തുറന്നു വരികയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ മുഖംമൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മുഖംമൂടി അഴിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ, ഈ വിവാഹ ജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാഴ്ചകളും ഉണ്ടാവും. ഈ മുഖംമൂടി ഒരു നെഗറ്റീവായിട്ട് മറ്റേയാളെ പറ്റിക്കാൻ ചെയ്യുന്നതല്ല, ആ സ്നേഹം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാളെ എനിക്ക് വേണം എന്ന് പറയുന്ന ആ ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം ഇരിക്കണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് ശരിക്കുമുള്ള നമ്മളാരാണെന്നുള്ള ഐഡിയ നമ്മൾ കൊടുക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എങ്ങനത്തെ ആളാണെന്നുള്ളത്. ആദ്യം സ്വയം മനസ്സിലാക്കുക, സ്വന്തം ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അയാൾ സത്യസന്ധമായി തുറന്നു പറയുന്ന അയാളുടെ ജീവിതത്തിലെ പ്രിഫറൻസുകളെ മനസ്സിലാക്കുക. ആ പ്രിഫറൻസുകൾ നമുക്ക് യോജിക്കുന്നില്ലെങ്കിൽ മാന്യമായി സന്തോഷമായി പിരിയാനുള്ള വകുപ്പും കൂടി ഇട്ട് വെക്കുക. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് നഷ്ടപ്പെടരുതെന്ന് പറഞ്ഞ് മുറുക്കെ പിടിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ വരുത്തി തീർക്കും. പക്ഷേ ശരിക്കും ഞാൻ അങ്ങനെ ആയിരിക്കില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും പലതും വരുത്തി തീർക്കും. അവസാനം കല്യാണം കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങി പോകുമ്പോൾ ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് കല്യാണത്തിന് ശേഷം അവർ തിരിച്ചറിയും. അപ്പോൾ 2 വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയുണ്ടാവും. കല്യാണത്തിന് മുമ്പ് വർഷങ്ങളോളമൊക്കെ പ്രണയിച്ച് ഞാനിതാണ് അവളിതാണ് അല്ലെങ്കിൽ അവനിതാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സന്തോഷമായി ജീവിക്കുന്ന ആളുകളുണ്ട്. പ്രധാന പ്രശ്നം നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, ഇഷ്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് ഫേക്ക് ആവുന്നുണ്ടോ, നുണകൾ പറയുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ശേഷം അത് ബാധിക്കും. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആദ്യം പറഞ്ഞ പുള്ളി പറഞ്ഞതിൽ എനിക്ക് ചെറിയ യോജിപ്പുണ്ട്, ഫുള്ളായിട്ടും അല്ല. രണ്ടാമത് പറഞ്ഞ പുള്ളിയാണ് ഇതിനകത്ത് എനിക്ക് പെട്ടെന്ന് അവരിട്ട മ്യൂസിക്കും കറക്റ്റായിരുന്നു. മറ്റേ കുഞ്ഞിക്കൂനൻ സിനിമയിൽ വില്ലൻ വരുമ്പോഴുള്ള മ്യൂസിക്കാണ് അവിടെ ഇട്ട് കൊടുത്തത്. അതായത് ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു, അവൾ പക്ഷേ കൊള്ളാവുന്ന ഒരാളെയൊക്കെ കല്യാണം കഴിച്ചങ്ങ് പോയി എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അന്നേ ഒരു കൗൺസിലിംഗ് ആവശ്യമായിരുന്നു എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് പുള്ളീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സെൽഫ് കോൺഫിഡൻസിനെയും ബാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് മറ്റൊരു നല്ല ആളെ കല്യാണം കഴിച്ചു പോയി, അപ്പോൾ ഞാൻ മോശമാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചില പെയിൻ അങ്ങനെയാണ് നമ്മളുടെ ഒരു വലിയ പോറലുണ്ടാകും. അതിൻ്റെ ഒരു ദേഷ്യം ചിലപ്പോൾ പ്രണയത്തിനോടുണ്ടാകും. പക്ഷേ പുള്ളി പറഞ്ഞ ഏറ്റവും മോശം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്തേയും തള്ളയും വളർത്തിക്കൊണ്ട് വന്നിട്ട് ഈ അവളുമാരൊക്കെ തോന്നിയ ഓരോരുത്തൻ്റെയും കൂടെ പോകുന്നു എന്നൊക്കെ പറയുന്നത്, തന്തേയും തള്ളയും വളർത്തിക്കൊണ്ട് വന്നത് തന്തേയും തള്ളയും അത് ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഉണ്ടാക്കിയാൽ നിങ്ങൾ പോറ്റിക്കോണം. പോറ്റി പ്രായപൂർത്തിയാവുന്നത് വരെ വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം, സംരക്ഷണം ഒരുക്കിയിരിക്കണം. അതിനുശേഷം അവരാരെ വിവാഹം കഴിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അവരെന്ത് ജോലി ചെയ്യണമെന്നുള്ളത്, എവിടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പുള്ളി തന്തേയും തള്ളയും വളർത്തിയാൽ അവർ തന്നെ കല്യാണം കഴിപ്പിച്ചു വിടും. എന്നാൽ ഈ പുള്ളി പറയുന്ന അതേ അവസ്ഥയിൽ കല്യാണം കഴിച്ചു പോയിട്ടുള്ള തന്തേയും തള്ളയും ആഘോഷമായി നടത്തിക്കൊണ്ട് പോയിട്ടുള്ള എത്രയോ വിവാഹങ്ങൾ പൊളിയുന്നു, എത്രയോ പെൺകുട്ടികൾ ദുരന്ത ജീവിതം അനുഭവിക്കുന്നു, അവരുടെ ജീവിതാവസാനം വരെ ദുഃഖിക്കുന്ന നരകിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. സോ അവരെ അവരുടെ ചോയ്സിന് വിടുക. ഇതിൽ പുള്ളി പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു, അവൾ കൊള്ളാവുന്നൊരു തന്നെ കല്യാണം കഴിച്ചു പോയി. അപ്പോൾ ഈ പെൺകുട്ടിയെ പ്രേമിക്കുന്ന അത്രയും സമയം പുള്ളി സ്വന്തം തന്തേനെ തള്ളയുടെ കാര്യം ആലോചിച്ചിട്ടില്ല. സ്വന്തം അച്ഛനമ്മമാർ വളർത്തിക്കൊണ്ട് വരുന്നതാണ്, അവന് നല്ലൊരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം എന്ന് പുള്ളിയുടെ അപ്പനും അമ്മയും ആഗ്രഹിച്ചല്ലോ. അത് പുള്ളി അവിടെ അത്ര നേരം മറന്നുപോയി. ഇനി ആ പെണ്ണ് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിന് പകരം പുള്ളിയെ തന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അപ്പോഴും പുള്ളി അച്ഛനെയും അമ്മയും കുറിച്ച് ചിന്തിക്കുമോ എന്നുള്ളതാണ്. ഇതൊക്കെ ഈ അവസരവാദം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ വേറൊരു സാധനമാണ്. പ്ലസ് വിവാഹം എന്ന് പറയുന്നത് ഒരാളുടെ ചോയ്സാണ്, അത് ചോയ്സ് ആയിരിക്കണം. അതിനപ്പുറം ബാക്കിയുള്ളവരുടെ ഡിസിഷനായിട്ട് മാറുമ്പോൾ അവനവന് ചോയ്സ് ഇല്ലാതാവുകയും ചോയ്സിൻ്റെ ശേഷം വോയിസ് ഇല്ലാതാവുകയും ഒരുപാട് സപ്രസ് ചെയ്യപ്പെടുകയും ഒരു ദുരന്ത ജീവിതം നയിക്കുകയും ചെയ്യേണ്ടി വരും. അവിടുന്ന് പുറത്ത് കടക്കാൻ പെർട്ടിക്കുലർ വോയിസ് ഇല്ലാതായ വ്യക്തി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, ചിലപ്പോൾ പറ്റിയില്ല എന്നും വരും. അതുകൊണ്ട് വിവാഹം എന്നും ഒരു ചോയ്സ് ആയിട്ടിരിക്കട്ടെ എന്നാണ്, ചോയ്സ് ആക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു റീലും കൂടി കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ അവർ നെക്സ്റ്റ് റീൽ. ഞാൻ തന്നെ ജീവിക്കുന്നത് കുറെ പേര് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്,
തന്നെ ജീവിക്കുന്ന ജുവൽമേരിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല, ജുവൽമേരി ഭയങ്കര ഹാപ്പിയാണ്. അല്ലാട്ടോ എനിക്ക് ആക്ച്വലി നല്ല ബുദ്ധിമുട്ടുണ്ട്. മനുഷ്യർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ആക്ച്വലി ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഓൺലി തിങ് റോങ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നതിന്റെ അത്ര ബുദ്ധിമുട്ടില്ല തന്നെ സർവൈവ് ചെയ്യാനായിട്ട്. ബട്ട് ഐ റിയലി വിഷ് ഐ ഹാഡ് പീപ്പിൾ ഇൻ മൈ ഹൗസ്. എനിക്ക് കെട്ടിപ്പിടിക്കാനും സ്നേഹിക്കാനും കടിക്കാനും ഒക്കെ മനുഷ്യരെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി കടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യരെ. എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന, എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ലൈഫിൽ ആളുകൾ വേണം. ഒറ്റയ്ക്ക് ജീവിക്കൽ ഈസ് വെരി 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 ഡിഫിക്കൽട്ട്. ഒരു മുറിക്കകത്ത് അല്ലെങ്കിൽ ഒരു വീടിനകത്ത് നിങ്ങൾ മാത്രമാവുക എന്ന് പറയുന്നത് എനിക്കിപ്പോഴും സൈലൻസ് പറ്റില്ല. ഏറ്റവും കുറഞ്ഞത് ഫാനിൻ്റെ സൗണ്ട് വേണം, അല്ലെങ്കിൽ ചിലപ്പം ഞാൻ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തൊരു വീഡിയോ സൈഡിൽ കൂടി പോകണം ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത്. ഒറ്റയ്ക്ക് എന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ച് നമ്മളൊരു സോഷ്യൽ ആനിമലാണ്, നമ്മൾ പരിശീലിച്ചിട്ടുള്ളത് അതാണ്. പക്ഷേ ലൈഫിൽ തെറ്റായ ആളുകൾ വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന വഴി ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതായിരിക്കും, ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും മാറുക എന്നുള്ളതായിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് മാറിക്കഴിയുമ്പോഴാണ് അതിലെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക. ലൈഫിൽ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതല്ല, ലൈഫിൽ നല്ല ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ നല്ല ആളുകളെ കിട്ടാതെ വരുമ്പോൾ മോശം ആൾക്കാരുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. ജുവൽമേരി പറഞ്ഞതിൽ എനിക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊന്നുമില്ല. കൃത്യം കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കൽ ഇസ് ടഫ്, പക്ഷേ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുണ്ട്. ഏകാന്തതയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയും ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒറ്റപ്പെട്ട് ഒരു ജോലിക്ക് ചെന്ന സമയത്താണ് ഞാൻ ആദ്യമായി ഒറ്റയ്ക്ക് ഒരു മുറിയിൽ താമസിക്കേണ്ടുന്നൊരു സാഹചര്യത്തിന് ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുവരെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളുണ്ട്, അമ്മയുണ്ട്, മാമനുണ്ട്, പിന്നെ അമ്മയുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു പോകുന്നു. അങ്ങനെ വീടെപ്പോഴും നമ്മൾ ഫുള്ള് നിറഞ്ഞിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ സ്വിച്ചിട്ട പോലെ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. അത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ ഞാൻ അതിനോട് താതാത്മ്യം പ്രാപിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ലൈഫിൽ വന്നു പോയിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള ആളുകളുണ്ട്. ഈ നമ്മുടെ ലൈഫിന് മോശമായിട്ടുള്ള, ഞാൻ മനുഷ്യരല്ല മോശം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിനും നമ്മുടെ തോട്ട് പ്രോസസ്സിനും നമ്മുടെ പ്രിഫറൻസുകൾക്കും മോശമായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ്. ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, സന്തോഷം, സമാധാനം എല്ലാം പോയി കിട്ടും. അതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഒറ്റയ്ക്കിരിക്കുന്ന. പക്ഷേ നല്ല മനുഷ്യർ ലൈഫിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് വേറൊരു സാധനമാണ്. നല്ല ഒരാളെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലൈറ്റ് കാണാൻ പറ്റും. ഇറ്റ്സ് വെരി ബ്രൈറ്റ്, ഇറ്റ്സ് വെരി എന്താ പറയുക, ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ അല്ലാത്ത പക്ഷം ഒറ്റയ്ക്കിരിക്കുന്നതാണ്. പക്ഷേ ഒറ്റയ്ക്കിരിക്കലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജുവൽമേരി 100% ഞാൻ യോജിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു റീലോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. പിന്നെ ഇതുപോലുള്ള റീലുകൾ, ആ റീൽസ് നമുക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് ഓർമ്മിപ്പിച്ചിട്ട് താങ്ക് യു സോ മച്ച്. ബൈ.